ഈ വർഷവും മുടങ്ങാതെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തി നന്മമരം കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി കവലയിലെ ആസ്ഥാനത്ത് വെച്ച് നടത്തിയ ആഘോഷം ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. 2020 ലോക്ക്ഡൌൺ കാലത്ത് തെരുവിൽ ഒറ്റപ്പെട്ടുപോയ അഗതികൾക്കും അനാഥർക്കും ഭക്ഷണം നൽകിക്കൊണ്ട് പ്രവർത്തനമാരംഭിച്ച നന്മമരം കാഞ്ഞങ്ങാട് സന്നദ്ധ സേവനത്തിലും സഹായത്തിലും സമാനതകളില്ലാത്ത കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹവും സന്തോഷവും സമാധാനവുമെല്ലാം മുൻനിർത്തിയുള്ള പൊതുവായ ആഘോഷങ്ങൾ സമുചിതമായി കൊണ്ടാടാറുള്ള ഈ സൗഹൃദ കൂട്ടായ്മ 1600 ദിവസത്തിലധികമായി സൗജന്യ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങാതെ നടത്തി വരികയാണ്. ഇതിൻ്റെയെല്ലാം നിറവിലും നിലവിലുമാണ് ഈ വർഷം ഇവർ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം ഒരുക്കിയത്. സാധാരണ മനുഷ്യർ നമ്മളെല്ലാവരും ആഘോഷങ്ങൾ നമ്മളോടൊപ്പം നമ്മുടെ മുന്നിലുള്ള തെരുവിലുള്ള മക്കളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മമരം കാഞ്ഞങ്ങാട് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. 4 വർഷമായി നീണ്ടു നിൽക്കുന്ന നന്മമരം കാഞ്ഞങ്ങാട് പ്രവർത്തനം, മനുഷ്യരെ കണ്ടുകൊണ്ടുള്ള അവരുടെ കണ്ണീര് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ഇന്നും തുടരുന്നുള്ളതിലേക്ക് സന്തോഷം. ഇന്നത്തെ ക്രിസ്മസ് ദിനത്തിന് എല്ലാ മനുഷ്യരോടും സ്നേഹം നിറഞ്ഞ സ്നേഹാശംസകൾ, ക്രിസ്മസ് ആശംസകൾ നമ്മൾ അറിയിക്കുന്നു. അതോടൊപ്പം മറ്റുള്ള മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള മനുഷ്യനാവാനുള്ള പ്രവർത്തനം കൂടി തുടരണമെന്ന് ആശംസിക്കുന്നു. കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിലെ നന്മമര ചുവട്ടിൽ തെരുവിലെ അഗതികൾക്കൊപ്പം കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പുതിയ സംരംഭത്തിൽ ഈ കേക്ക് മുറികളോടുകൂടി പുതിയ വർഷം നമുക്ക് ലോകാസമസ്ത സുഖിനോഭവന്തും പോലെ ലോകത്താർക്കും ഒരു കുഴപ്പങ്ങളുമില്ലാതെ, കേസുകളുമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ പുതിയ വർഷം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ചടങ്ങിൽ ചെയർമാൻ സലാം കേരള അധ്യക്ഷനായി. CP ശുഭ, രാജൻ വി ബാലൂർ, രാജി മധു, ഗോകുലാനന്ദൻ മോനാച്ച, രതീഷ് കുശാൽ നഗർ, വിനു വേലാശ്വരം, ദിനേശൻ എക്സ്പ്രസ്, BK പ്രസാദ്, ജനമൈത്രി പോലീസ് ചുമതലയുള്ള CPO പ്രദീപ് കുമാർ, K സുരേഷ് തുടങ്ങിയവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. ബിബി ജോസ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.